വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് സുഹൃത്തുക്കളെ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ്. നമ്മളിന്ന് എവിൽ അമ്മച്ചിയാണ് കളിക്കാൻ പോണത്. സോ നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ഇട്ടിട്ട് ഏകദേശം 2 വീക്കോളമായി കാണും നമ്മൾ വീഡിയോ ഇട്ടിട്ട്. സോ ഇന്നത്തെ ഒരു ഹൊറർ ഗെയിമിംഗ് പ്ലേ വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഹൊറർ ഗെയിമായിട്ട് വരുന്നത്. സോ എന്തായാലും നമുക്ക് പ്ലേ എടുത്ത് നോക്കാം. സോ ഇതൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹൊറർ ഗെയിമാണ്. അതിന് 4 എസ്കേപ്പാണ് ഉള്ളത്. അതിന് നമ്മൾ ഒന്നാമത്തെ എസ്കേപ്പ്, അതായത് മെയിൻ ഡോർ എസ്കേപ്പാണ് ചെയ്യാൻ പോണത്. സോ നമ്മൾ തുടക്കം തന്നെ കാറിലൊക്കെ കയറി പറപ്പിച്ച് പോകുന്നുണ്ട് ഗൈസ്. നമ്മൾ ആ വണ്ടി ചെറുക്കി നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ട് എടുത്തതാണ്. അമ്മയ്ക്ക് നമ്മളോട് ഒരു സ്നേഹമില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഈ ബോർഡിങ് സ്കൂളിൽ ഉണ്ടാക്കുന്നത്. സുഹൃത്തുക്കൾ, നമ്മൾ ഓടിച്ചാടി പോകുമ്പോൾ നമ്മളെ എവിലണ്ണ അമ്മച്ചി അവിടെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളെ അമ്മ അവിടെ നമ്മളെ ലംബോർഗിനടുത്ത് വിട്ടുപോകും. തിരിഞ്ഞു നോക്കാം, നമ്മളെ എവിലണ്ണ അമ്മച്ചി നമ്മളെ ചുറ്റിക്ക് വെച്ച് അടിച്ചിടും. ഇതാണ് ഗൈസ് കഥ. ഓക്കെ, അപ്പം നമുക്കിനി ഫസ്റ്റത്തെ ഡേയിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ. ഡേ 1 നമുക്കൊരു പ്രശ്നമേ അല്ല. ഈ ഒരു ഡേ 1 കൊണ്ട് നമ്മൾ എസ്കേപ്പ് ആവുന്നതായിരിക്കും സുഹൃത്തുക്കളെ. സോ നമ്മൾ ഇമ്പോസിഷനാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത് സുഹൃത്തുക്കളെ. നമുക്ക് സ്പീഡ് റണ്ണിങ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്നാണ് എല്ലാം ചെയ്യുന്നത്. ഇവിടെ ഒരു ചൂല് കാണാൻ്റെയാണ് ഗൈസ്. നമ്മൾ എവിനണ്ണ അമ്മച്ചി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ചെകുത്താൻ്റെയാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടോട്ട് ഡോർ തുറന്ന് നമുക്കിതാ മുകളിലോട്ട് പോയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി വരുത്താനുണ്ട് സുഹൃത്തുക്കളെ. അത് വരുത്തണം. അപ്പം നമുക്ക് അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലോട്ട് വരണം. എന്നിട്ട് നമുക്കിതാ ഈ ഒരു അടുക്കള ഭാഗത്തോട്ട് വരണം. നമ്മൾ ഇവിടെ ആയിട്ട് ഒരു ഷെൽഫുണ്ട്. ഇവിടെയും ആ ഒരു ചൂല് ഇവിടെ കാണുന്നില്ല ഗൈസ്. ഇവിടെ ഒരു കാർഡ് ഇരിപ്പുണ്ട്. ഈ കാർഡ് നമുക്ക് ഇത്തവണ ഒരു ആവശ്യമില്ല. നമുക്ക് 2 സാധനങ്ങൾ മാത്രം മതി എസ്കേപ്പ് ആവാൻ സുഹൃത്തുക്കളെ. ഇവിടെയാണ് അവർക്കൊരു കേബിൾ കിട്ടും. ആ കേബിൾ നമ്മൾ ഫസ്റ്റ് കണ്ട സ്ഥലത്തോട്ട് കൊണ്ടുപോയി കണക്റ്റ് ചെയ്യണം ഗൈസ്. എവിലണ്ണ കുട്ടികളെ പഠിപ്പിക്കുന്ന ഫോട്ടോയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എവിലണ്ണും കുട്ടികളും ഷോയ്ക്ക് വേണ്ടി എടുത്ത് വെച്ച ഫോട്ടോയാണെന്ന് തോന്നുന്നു. നമ്മളിവിടെ അത് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഡോർ തുറന്ന് അപ്പുറത്തോട്ട് പോകണം ഗൈസ്. ഇവിടെ എവിലണ്ണ അമ്മച്ചിയുടെയും കൂട്ടുകാരിയുടെയും ഷോയുടെ ഫോട്ടോയൊക്കെ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും താഴോട്ടേക്ക് പോകാം. എവിലണ്ണ അമ്മച്ചി എവിടെയാണെന്ന് അറിഞ്ഞൂടെ. നമുക്ക് ഈ സ്വിച്ച് ആക്റ്റീവ് ചെയ്തിട്ട് നമുക്ക് മേളിലോട്ട് വിട്ടു പോവാം. നമുക്ക് എന്തായാലും മേളിലോട്ടാണ് ബാക്കി കളികളൊക്കെ ഉള്ളത്. ഇവിടുത്തെ ഷട്ടർ ഓപ്പൺ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. സോ ഇവിടെ നമുക്ക് ഒരു ഷെൽഫ്, ഈ ഒരു ഭാഗത്തായിട്ട് ഷെൽഫുണ്ട്. ഇവിടെ നമ്മുടെ ബ്രൂം എന്ന് പറയുന്ന ഈ ഒരു ചൂല് കിട്ടും ഗൈസ്. നമ്മൾ താഴോട്ട് പോകണം, നമുക്ക് സേഫ് അല്ല. സോ നമ്മളിതാ ഈ ഒരു പ്ലേ ഗ്രൗണ്ടിൻ്റെ നമുക്കിവിടെ സൗണ്ട് ഉണ്ടാക്കും ഗൈസ്. അല്ലെങ്കിൽ എവിലണ്ണ അമ്മച്ചി താഴോട്ട് നമ്മളെ പിടിക്കും ഗൈസ്. എവിലണ്ണ അമ്മച്ചി എവിടെയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫുട്ബോൾ കിടപ്പുണ്ട്. എവിലണ്ണ അമ്മച്ചി അയ്യോ ഇതോ വരുന്ന ഗൈസ് എവിലണ്ണ അമ്മച്ചി ഗൈസ്. നമുക്ക് ഇവരെ ഓവർടേക്ക് ചെയ്ത് പോകണം. സോ ഞാൻ എനിക്കൊരു ബുദ്ധി പറഞ്ഞു തരാം. അതായത് നമ്മളിതാ അവരിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് എടുത്ത് ചാടി നമ്മൾ ഇതുവഴി പോവാ. അയ്യോ ഓടിക്കോ. അയ്യോ അവർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇവിടെ എത്തി. വാടി നമുക്ക് ഇവരെ ഇവിടെ പറ്റിച്ചുകൊണ്ട് പോവാം. ഭയങ്കര ബുദ്ധിയാണ് ടീച്ചറൊക്കെ ആയാൽ പിന്നെ ബുദ്ധി കൂടുതലായിരിക്കും. നമുക്കിനി വേറെ സ്ഥലത്തോട്ട് പോകാം. എവലിനെ അമ്മച്ചി സ്ലോ ആവാൻ വേണ്ടി ഞാൻ ഡോർ അടച്ചെടുത്തിട്ടുണ്ട്. ധൈര്യം പിടിക്കാൻ മടി, അവൾ സ്ലോ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടോട്ട് ഇവിടുത്തെ ഒരു ഷട്ടർ ഓപ്പൺ ആയപ്പോൾ നമുക്ക് ഇവിടോട്ട് പോകാനുള്ളതുണ്ട്. നമ്മൾ ഈ കസേര കയറി ഈ ഒരു ചൂലുകൊണ്ട് അവിടെ ഉള്ള സാധനം കുത്തിയിടണം. അപ്പോൾ നമുക്കൊരു ടിഫിൻ ബോക്സ് കിട്ടും. ഇത് എടുത്ത് വേഗം നമുക്ക് ഈ ഒരു ഹൈഡ് ചെയ്യുന്ന സ്ഥലത്തോട്ട് ഇരിക്കാം. എവിലണ്ണ അമ്മച്ചി ഇപ്പോൾ അവരിപ്പോൾ കയറി വരും ഗൈസ്. ഞാൻ പറഞ്ഞില്ല അവരിപ്പം വരുമെന്ന്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിലണ്ണാച്ചി എഴുന്നള്ളുന്നുണ്ട്. ഇനിയിപ്പോൾ ആ കതവ് തുറക്കും. നമുക്ക് ഈ കതവൊക്കെ തുറക്കണമെങ്കിൽ ബഞ്ച് ഓഫ് കീസിൻ്റെ ആവശ്യമുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് താഴെ പോകണം. അതായത് നമ്മൾ ആദ്യം വന്ന സ്ഥലത്തോട്ട് പോകണം. നമുക്ക് ഇത്തവണ അവിടെ പോകേണ്ട ഒരു ആവശ്യമില്ല. ഈ എവിലണ്ണ അമ്മച്ചി നമ്മളെ റൂമുണ്ടല്ലോ അവിടോട്ടാണ് പോയത്. നമുക്ക് ഇവിടെ നിന്ന് കാണാം. നമുക്കിതായാലും ഈ ഡോറ് തുറന്നിട്ട് നമുക്ക് പെട്ടെന്ന് മുകളിലോട്ട് വിടാം. ഇനി ഇവിടെ എവിടെയും നിൽക്കരുത്, നമുക്ക് വിട്ടു പോവാം ഗൈസ്. നമ്മളങ്ങനെ അതിവിദഗ്ധമായി എസ്കേപ്പ് ആവാൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും വിട്ടു പോയിക്കൊണ്ടിരിക്കാം. നമുക്കിവിടെ ചെന്നിട്ട് ഈ ഒരു ടിഫിൻ ബോക്സ് ഉയരത്തിന്ന് എറിയണം ഗൈസ്. അങ്ങനെ നമ്മൾ ഉയർത്തിന്ന് എറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടിഫിൻ ബോക്സ് ഇവിടെ അൺലോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എവിലണ്ണ അമ്മച്ചി ഇവിടെ വിളിച്ചു വരുത്തണം ഗൈസ്. അവർ വരുന്നുണ്ട്. അവർ ഇവിടെ വെച്ച് നമുക്ക്
ഓവർടേക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഡോറിൻ്റെ അടുത്തോട്ട് പോവാം. വേഗം വാടി, എനിക്ക് സമയമില്ല, എസ്കേപ്പ് ആവണം. ഗൈസ് അവർ വന്നിട്ടുണ്ട്. ഇല്ല ഗൈസ്, പിടിച്ചില്ല. ഓടിക്കോ ഗൈസ്. ഇനി എവിടെയും തിരിഞ്ഞു നോക്കണ്ട, നേരെ വിട്ടോടിക്കോ, കണ്ടമഴി ഓടിക്കോ ഗൈസ്. ഈ ഒരു ഡോറ് തുറക്കുമ്പോൾ അയ്യോ തുറക്കാൻ പറ്റില്ല. തുറന്ന് ഇനി നമ്മൾ എസ്കേപ്പ് ആയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇനി 4 എസ്കേപ്പാണുള്ളത്. ഒന്ന് മെയിൻ ഡോർ എസ്കേപ്പ്, അത് ഭയങ്കര എളുപ്പമാണ്. പിന്നെ വാൻ എസ്കേപ്പ് ഉണ്ട്, ക്രൊക്കഡൈൽ എസ്കേപ്പ് ഉണ്ട്, ബലൂൺ എസ്കേപ്പ് ആണ് ഏറ്റവും പാടായിട്ടുള്ളൊരു എസ്കേപ്പ്. അത് കംപ്ലീറ്റ് ആക്കാൻ നല്ല പാട് വരും. സോ ഗൈസ്, എന്തായാലും എവിലിനും നമ്മൾ ചെയ്ത ആദ്യത്തെ എസ്കേപ്പ് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ വാൻ എസ്കേപ്പ് നമ്മൾ ഉടൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു ദിവസമായിട്ട് വരാം. ബൈ.